ഹലോ ഗൈസ്, ഞാൻ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതും ഡോട്ടാൻകിയുടെയാണ്. ഡോട്ടാൻകി സ്കിൻ കെയർ പ്രോഡക്റ്റാണ്, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പം അതിൽ നിന്നും എൻ്റെ രണ്ട് ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല ഗൈസ്. എനിക്ക് എൻ്റെ ഫേസ് വാഷ് തീർന്നിട്ടുണ്ടായിരുന്നു, ഞാൻ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് റീസ്റ്റോക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ മോയ്സ്ചറൈസറിൻ്റെ അവസ്ഥ. അതിന് എനിക്ക് പിഴിഞ്ഞ് കയറിയെടുക്കാനില്ല. അതുകൊണ്ട് ഓർഡർ ചെയ്ത് ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ വരുത്തിയിട്ടുണ്ട്. അപ്പം അതാണ് ഗൈസ് ഈ വീഡിയോ വരുന്നത്. കൊറിയർ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ആക്രാന്തമൂത്ത് ഞാനത് വലിച്ചു കയറി നോക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതാണ് ഫേസ് വാഷ് വരുന്നത് ഡോട്ടാൻകിയുടെ. അതുപോലെ തന്നെ ഇതാണ് മോയ്സ്ചറൈസർ വരുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് ഓർഡർ ചെയ്ത് നോക്കിയാണ് ഈ മോയ്സ്ചറൈസർ എങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നത് പുതുതായിട്ട് എന്തോ ലോഞ്ച് ചെയ്തതാണ്. ഇങ്ങനെ സ്ട്രോബെറി ഡു ഇറ്റ് ഓൾ മോയ്സ്ചറൈസറാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. ഞാനപ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് പോലെ കയ്യിൽ കുറച്ച് എടുത്ത് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട്. അത് ഫസ്റ്റ് ടൈം എങ്ങനെ യൂസ് ചെയ്ത് നോക്കിയതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മണമൊന്നും തന്നെ ഇല്ല, സ്ട്രോബെറിയുടെ ആ ഒരു സ്മെല്ലോ അങ്ങനെ തന്നെ ഇല്ല. അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നോക്കുന്നുണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ എങ്ങനെയുണ്ട്, ഇത് ഹൈഡ്രേറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഒരു ഗ്ലോയിങ് ആണോ. അങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒരു മനസ്സിലാവുന്നുണ്ട്, നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് എടുത്തിട്ടുള്ളെങ്കിൽ പോലും നല്ല രീതിയിൽ അത് ബ്ലെൻഡായി കിട്ടുന്നുണ്ടായിരുന്നു. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടൊരു ഗ്ലോ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അങ്ങനെ ഭയങ്കര ഹാർഡായിട്ടൊന്നും തന്നെ തോന്നിയില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തേച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു കയ്യിലേക്ക്. അങ്ങനെ അത് തേച്ചതിന് ശേഷം ഞാൻ നോക്കി, എനിക്കൊരു ഷൈനിങ് ഒക്കെ കാണാൻ പറ്റുന്ന, ഒരു ഗ്ലോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ രണ്ട് കൈയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മോയ്സ്ചറൈസർ തേച്ച് കയ്യിൽ എനിക്കൊരു ഷൈനിങ് അല്ലെങ്കിൽ ഒരു ഗ്ലോ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാനിത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ. ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. ഇതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ്. ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ സ്കിൻ ടൈപ്പിനും കുഴപ്പമില്ല, നല്ല രീതിയിൽ അബ്സോർബിംഗ് ആയിട്ട് പോകുന്നുണ്ട്, ഒരു നല്ല ഗ്ലോ ഒക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഡോട്ടാൻകിയുടെ തന്നെ ഒരു ഡീപ്പ് ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫേസ് വാഷാണ്. ഇതിന് ഭയങ്കരമായി ഫോൺസും കൂടെ ഒരു സ്മെല്ലാണ് ഗൈസ്. അതാണ് ശരിക്കും ഞാൻ പറഞ്ഞാൽ ഇത് റീസ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ കാരണം. പിന്നെ ഇതിന് ഭയങ്കരമായിട്ടും ഒരു യൂസ്ഫുൾ ആണെന്ന് തോന്നി. നമ്മൾ ടാനൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് വന്ന് ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു റീഫ്രഷിംഗ് ആയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഡോട്ടാൻകി വിശേഷങ്ങൾ. അപ്പോൾ അതിലുള്ള ബൈ.